സയൻസിൽ ഫിസിക്സിന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അലക്സ് സാർ പ്രത്യേകം എൻ്റെ കുട്ടികളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ 2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഫിസിക്സിന്റെ ലൈവിലും അതേപോലെ തന്നെ നമ്മുടെ ഫൈനൽ ഡേന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിലും പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളുടെ എക്സാമിന് വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു ചോദ്യം മാത്രമാണ് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം അതേപോലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. സോ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നമ്മൾ ഫിസിക്സ് തൂക്കി അല്ലേടാ. അപ്പൊ എന്റെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫിസിക്സിന്റെ എക്സാം? 20 മാർക്കിൽ 20 മാർക്ക് സ്കോർ ചെയ്യില്ലേ? എന്തായിരുന്നു എന്റെ കുട്ടികളുടെ അവസ്ഥ എന്നുള്ളത് വേഗം തന്നെ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം. മിസ്സേ ഉറപ്പായിട്ടും വായിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എല്ലാം ശരിയാണോ, എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കിയിരിക്കുകയാണെന്ന് മിസ്സിനറിയാം. സോ ഫുൾ പവറിൽ നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് പ്രൂഫാണ്. അതായത് ഞാൻ വെറുതെ പറയുന്നതല്ല ഫിസിക്സ് നമ്മൾ തൂക്കി എന്നുള്ളത്. ഫുൾ പവറിൽ ഞാൻ നിങ്ങൾക്ക് വിത്ത് പ്രൂഫാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് വേഗം നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലെ മൊത്തം 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? മാഗ്നറ്റിക് പോൾസ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ പെയേഴ്സ്. സോ മാഗ്നറ്റ് വിത്ത് ഐസൊലേറ്റഡ് നോർത്ത് പോൾ ഡു നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ന്റെ കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ശരിയാണ് അല്ലേ. ഞാൻ അതിന്റെ റീസൺ നോക്കിയേ. ഇഫ് യു ബ്രേക്ക് ദ മാഗ്നറ്റ് ഇൻ ഹാഫ് ഈച്ച് പീസ് ഡെവലപ്പ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. നമ്മുടെ അലക്സ് സാറ് നമ്മുടെ ഹാക്സോ ബ്ലേഡ് ഒക്കെ ഇങ്ങനെ മുറിച്ച് പറഞ്ഞതാണ് അല്ലേ. നമ്മൾ എത്ര പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്താലും അത് എപ്പോഴും നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ടേ കാണുള്ളൂ. അതായത് മാഗ്നറ്റിന് ഒരു പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ബോത്ത് റീസൺ, അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, റീസണും ശരിയാണ് എന്നുള്ളതാണ്. എൻ്റെ കുട്ടികൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എഴുതണം കേട്ടോ. അടുത്ത നോക്കുക, മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ നോക്കുക, അപ്പർച്ചർ, പോള്, റേഡിയസ് ഓഫ് കർവേച്ചർ, ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തം അലക്സ് സാർ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം അല്ലേ. അയ്യോ സോറി പോയി എന്തായിരുന്നു? അപ്പർച്ചർ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ദ ഡയമീറ്റർ ഓഫ് ദി സർക്കുലേറ്റിംഗ് അല്ലേ, അതായത് സർക്കുലർ റിഫ്ലക്റ്റിംഗ് സർഫസിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് പോയിന്റ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത്തിന്റെ ട്വൈസ് ആണ് അല്ലേ. അപ്പോൾ അത് വരെ ഓപ്ഷൻ ബി ആയിട്ടാണ്. ഇതും അടിപൊളിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് നോക്കുക, ദ ഇലക്ട്രിക് ചാർജ് റിമെയിൻസ് ഇൻ ദ സെയിം പ്ലേസ് വിത്തൗട്ട് ഏബിൾ ടു ഫ്ലോ എന്ന് പറയുന്നത് തന്നെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ചോദ്യം എന്താണ്? റൈറ്റ് ടു അപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സൂപ്പർ പവർഫുൾ ആയിട്ട് നമ്മുടെ സ്വന്തം അലക്സ് സാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ കോപ്പിയർ അതേപോലെ തന്നെ നമ്മുടെ കാറിന് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് അല്ലേ. ഇത് രണ്ടും എൻ്റെ കുട്ടികൾ എഴുതി കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് 2 മാർക്ക് ഫുൾ പവറിൽ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ അലക്സ് സാർ അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുള്ളതാണെന്നറിയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മളുടെ മിസ്സിന്റെ ചാപ്റ്ററിലെ ചോദ്യം അതേപോലെയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഇവിടെ എയിൽ നിന്നും ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്നു, എയിൽ നിന്നും ബിയിൽ നിന്ന് സിയിലേക്ക് പോകണം. ജസ്റ്റ് ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ 75ഉം 45ഉം എന്നാണ് തന്നിട്ടുള്ളത്, ഇവിടെ 50ഉം 70. പക്ഷേ ഉത്തരം സെയിം ആണ്. ആദ്യം ചോദിച്ചിരിക്കുന്നത് ടൈം ആണ്. ടൈം തന്നെയാണ്. കാൽക്കുലേറ്റ് ദ ടൈം. കണ്ടോ, അതേപടി ഡിറ്റോ ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ നിങ്ങൾ 75ഉം 45ഉം കൂട്ടുക, 120/3 കിട്ടും, 40 സെക്കൻഡ്. ഇതിൻ്റെ ആൻസറും സെയിം തന്നെയായിരുന്നു കേട്ടോ. ഇനി നോക്കുക, വാട്ട് ഷുഡ് ബി ദ സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ് ട്രാവൽസ് ഡയറക്ട്ലി ഫ്രം എ ടു സി. എ ടു സിയിലേക്ക് ഡയറക്റ്റ് ഇതേ സമയത്തിലാണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എ ടു സിയിലേക്ക് ഇവിടെ 80 ആണ്, ഇവിടെയും 80 തന്നെയാണ്. കണ്ടോ, മാറ്റമൊന്നുമില്ല. സമയം നേരത്തെ തന്നെ എടുക്കുക, 40 സെക്കൻഡ്. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ്. സെയിം ചോദ്യം, ഡിറ്റോ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആൻഡ് അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കി നോക്കി. ഇത് മിസ് എടുത്തുകൊണ്ടൊന്നല്ല, അതായത് നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് SCERT ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്ന ചോദ്യമാണ്. നോക്കിക്കേ, പിയിൽ നിന്ന് ക്യൂയിലേക്ക് 15 മീറ്റർ, പിയിൽ നിന്ന് ക്യൂയിലേക്ക് 15 കിലോമീറ്റർ. എത്ര? 1 മണിക്കൂർ എടുത്തു. എന്താണ് യൂണിഫോം സ്പീഡ്? എന്താണ് P to Qയിലേക്ക് ഉള്ളത്? ഇത് തന്നെയാണ് ആൻസർ. അതായത് സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ഡിസ്റ്റൻസ് വെച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് 15 ആണ്. ഇനി 1 അവറിനെ നമ്മൾ സെക്കൻഡിലേക്ക് ഒന്ന് മാറ്റണം എന്ന് ചെയ്തു കഴിഞ്ഞാൽ 54,000 മീറ്ററിന് കിട്ടും.
ഒരുപാട് കുട്ടികൾ മെസ്സേജ് ഒക്കെ അയച്ചത് വളരെ സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ യൂണിഫോം സ്പീഡ് എന്താണെന്നാണ് ചോദിച്ചത്. ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വെച്ചിട്ടില്ല, കാരണം ഇതിൻ്റെ ആൻസർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നാണ്. ഞാൻ ഓവർ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് വെക്കാത്ത കേട്ടോ. ഇനി നോക്കുക, റൈറ്റ് ദ റീസൺസ് ഫോർ ദ ഫോളോയിങ് എന്ന് ചോദിച്ചാൽ അലക്സ് സാറിൻ്റെ ചോദ്യമാണ്. നോക്കുക, ദ വീൽസ് ഓഫ് ദ എക്സവേറ്റേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് വൈഡ് ചെയിൻ അല്ലേ. വൈഡ് ചെയിന് ഇതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻസ് നമ്മൾ സൂപ്പർ പവർഫുൾ ആയിട്ട് പറഞ്ഞാണ്. കാരണം എന്താ, വൈഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കുക, ഡാംസ് ആർ ബിൽറ്റ് വിത്ത് വൈഡർ സ്പേസ്. അതെന്തുകൊണ്ടാ, പ്രഷർ ഓഫ് ദി ലിക്വിഡ് ഇൻക്രീസസ് വിത്ത്. അതും പറയാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, അതായത് ഈ ഏരിയൻ്റെ അവിടെ ബേസ് ഏരിയ കൂടുമ്പോൾ അവിടെ പ്രഷർ കുറയും എന്നുള്ളതും നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നോക്കുക, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് പോൾ ഓഫ് ദ കോൺകേവ് ആൻഡ് ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ് ഇമേജ് ഇസ് ഫോംഡ് അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കോൺകേവ് മിററിൽ വെച്ചാൽ എൻലാർജ്ഡും വിർച്വൽ ഇമേജ് ആണ് കിട്ടുക. റൈറ്റ് ഡൗൺ ദ ടു സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദിസ് സ്പെഷ്യൽ ഫീച്ചർ ഈസ് യൂസ്ഡ് അല്ലേ. അപ്പോൾ കോൺകേവ് മിററിൻ്റെ യൂസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഭാഗം എന്താ, ഈ ഡെൻറ്റിസ്റ്റ് മിററായിട്ടും അതേപോലെ തന്നെ മേക്കപ്പ് മിററായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഷേവിംഗ് മിറർ, അത് കോൺകേവ് മിററിന്റെ ആ ഒരു ഉപയോഗമാണ്. ഇനി അടുത്ത് നോക്കുക, ഡു വി യൂസ് കോൺകേവ് മിറർ ആസ് റിയർ വ്യൂ മിറർ, വൈ എന്നാണ് ചോദിച്ചല്ലേ. എന്തിനാ നമ്മൾ റിയർ വ്യൂ മിറർ ആയിട്ട് കോൺകേവ് മിറേഴ്സിനെ യൂസ് ചെയ്യാറുണ്ടോ? ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലേ. നമ്മൾ ഏതാ ഉപയോഗിക്കുക, കോൺവെക്സ് മിറേഴ്സ് ആണ് ഉപയോഗിക്കുക. അതിലാണ് സ്മോളും അതേപോലെ തന്നെ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് തരുന്നത് കോൺവെക്സ് ആണ്. സോ അവിടെ കോൺവെക്സ് മിറർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അലക്സ് സാർ തൂക്കി റെഡി. അടുത്ത ചോദ്യം നോക്കുക, ഒബ്സർവ് ദ ഫിഗർ ദ സീൻ്റെ അപ്പുറത്ത് ബിയോണ്ട് സിയിലുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് നമ്മുടെ അലക്സ് സാർ വരച്ചു തന്നിട്ടുണ്ട്. ബിയോണ്ട് സി ആണെങ്കിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫിലാണ് വരിക. അപ്പോൾ പാരലൽ ആയിട്ടുള്ള ഫോക്കസിൽ കൂടെ പോകുന്നു ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പോയി സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ തിരിച്ചു വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ചെറുത്, തലകീഴായത്, യഥാർത്ഥം. റെഡി. ഇനി അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നോക്കാം, റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്ലക്റ്റേഴ്സ് ഓഫ് ടോർച്ച് ലൈറ്റ് ആൻഡ് സ്ട്രീറ്റ് ലൈറ്റ്. ടോർച്ച് ലൈറ്റിൻ്റെയും സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും റിഫ്ലക്റ്റേഴ്സിൻ്റെ സ്ട്രക്ചർ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് എനി അതർ ടു സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സ്ട്രീറ്റ് ലൈറ്റ് ടൈപ്പ് റിഫ്ലക്റ്റേഴ്സ്, സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിക്കുന്ന ആ മിറേഴ്സ് വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കുന്ന എക്സാമ്പിളും കൂടെ പറയണം. അപ്പോൾ ടോർച്ച് ലൈറ്റിൽ നമുക്കറിയാം കോൺകേവ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. ഇതാണ് കുറച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി സ്ട്രീറ്റ് ലൈറ്റിലാണെങ്കിൽ നമുക്കറിയാം കോൺവെക്സ്. ഇതിൻ്റെ യൂസസ് നമ്മൾ ഓൾറെഡി പറയുന്നതാണ്. അപ്പോൾ കോൺകേവിൻ്റെ പ്രത്യേകത എന്താ, കേർവ്ഡ് ഇൻവേർഡ് ആണ്. കോൺവെക്സ് ആണെങ്കിൽ കേർവ്ഡ് ഔട്ട്വേർഡ് ആണ്. അതാണ് അവരുടെ സ്ട്രക്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് വെച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ടൈപ്പ്, അതായത് സ്ട്രീറ്റ് ലൈറ്റ് ടൈപ്പ് ഏതാ, കേർവ്ഡ് ആണ്. അത് നമ്മൾ എവിടെ ഉപയോഗിക്കാം, നിങ്ങൾക്ക് റിയർ വ്യൂ മിറർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കേട്ടോ. അതേപോലത്തെ ഒരു ചോദ്യം സാറ് ചെയ്തിട്ടുണ്ട്. അതായത് റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, റിഫ്ലക്റ്റേഴ്സ് സ്ട്രീറ്റ് ലൈറ്റ്സിലുള്ളത് ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള സാധനം നമ്മുടെ ഇവിടെ ഓൾറെഡി സാറ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ചോദ്യം തന്നെ ഉള്ളൂ, പക്ഷെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 9ാമത്തെ ചോദ്യം നോക്കിക്കേ, യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് സസെപ്റ്റബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി അല്ലെ. മാഗ്നറ്റിസത്തിലെ ചോദ്യമാണ്. അപ്പോൾ 3 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. എ സ്റ്റുഡൻറ്റ് ഹാസ് 2 റോഡ്സ്, എ ഉണ്ട് ബി ഉണ്ട്. എയിനെ നമുക്ക് പെട്ടെന്ന് മാഗ്നറ്റൈസ്ഡ് ആക്കാൻ പറ്റും, പക്ഷെ പെട്ടെന്ന് മാഗ്നറ്റിസം പോകുന്നുണ്ട്. പക്ഷെ ബീനെ മാഗ്നറ്റൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ മാഗ്നറ്റിസം കുറേ നേരം നിൽക്കും. ഐഡൻറ്റിഫൈ വിച്ച് ഗോട്ട് ഹയർ സസെപ്റ്റബിലിറ്റി ആൻഡ് റൈറ്റ് ദ ഡെഫിനിഷൻ ഫോർ ദ പ്രോപ്പർട്ടി. ഇതാ താഴേക്ക് ഒന്ന് നോക്കിയാൽ എൻ്റെ കുട്ടികൾക്ക് കാണാൻ പറ്റും ഏതിനാണ് സസെപ്റ്റബിലിറ്റി കൂടുതൽ. എന്താ മക്കളെ സസെപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ, അതായത് മാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുക എക്സ്റ്റേണൽ ഫീൽഡിൽ, അതിനെയാണ് നമ്മൾ സസെപ്റ്റബിലിറ്റി എന്ന് പറയാം. അത് നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത്, ഇനി നോക്കിക്കേ, ഇതിൻ്റെ ആൻസർ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഏതിനാണ് ഹയർ സസെപ്റ്റബിലിറ്റി. എക്കാണ് പെട്ടെന്ന് മാഗ്നറ്റൈസ് ആവാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ എക്കായിരിക്കും സസെപ്റ്റബിലിറ്റി കൂടുതൽ, കാരണം അത് പെട്ടെന്ന് മാഗ്നറ്റൈസ്ഡ് ആയി. ഇനി മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്താണെന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക, അത് ഇവിടെ ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ പെർമിയബിലിറ്റി എന്നാണ് ചോദിച്ചത്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് ഒരു മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയാം. അതും നമ്മുടെ സ്വന്തം അലക്സ് സാറ് ഏറ്റവും സൂപ്പറായിട്ട് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റെഡിയാണല്ലോ. ഇനി ലാസ്റ്റ് ചോദ്യമാണ് 10ാമത്തെ ചോദ്യം. നോക്കുക, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് മാഗ്നറ്റിസം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതാണ്. ഇലക്ട്രോമാഗ്നറ്റ് ആണോ പെർമനൻറ്റ് മാഗ്നറ്റ് ആണോ എന്ന് പറയണം. ദാ നോക്കിക്കേ,
കൃത്യമായിട്ട് നമ്മുടെ അലക്സ് സാർ പറയുന്നുണ്ട് കേട്ടോ. പോൾസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോമാഗ്നറ്റിലാണ് അല്ലേ. അതുപോലെ തന്നെ കുറേ നേരം മാഗ്നറ്റിസം കൊണ്ടുവരുന്നത് പെർമനന്റ് മാഗ്നറ്റിലാണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് സ്ട്രെങ്ത്തിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്തത് പെർമനന്റിലാണ്. പോൾസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് പെർമനന്റിലാണ്. മാഗ്നറ്റിക് സ്ട്രെങ്ത്തിനെ നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോമാഗ്നറ്റ് ആണ്. മാഗ്നറ്റിസം എന്ന് പറയുന്നത് കുറേ നേരത്തേക്ക് നിൽക്കാത്തതും ഇലക്ട്രോമാഗ്നറ്റ് ആണ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അവർ ലൈവ് ആണ്. നമ്മുടെ അലക്സ് സാർ സൂപ്പറായിട്ട് എടുത്തുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻസ് ആണ്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും സ്ട്രെങ്ത്തും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണുള്ളത് അല്ലേ. ചോദ്യം, റൈറ്റ് ഡൗൺ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ടുൺ 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 ടുൺ. കണ്ടോ, അതാ കൃത്യമായിട്ട് നമ്മുടെ അലക്സ് സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മാർക്ക് കിട്ടി. അടുത്ത നോക്കാം, കോപ്പി ദ ഡയഗ്രാംസ് ആൻഡ് ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ദി സിറ്റുവേഷൻസ്. ഇവിടെ നോർത്തും ആണ്, അതേപോലെ തന്നെ ഇവിടെ നോർത്തും സൗത്തും ആണ്. ദാ പിടിച്ചോ, നോർത്തും സൗത്തും. ദാ ഇതാണ് നിങ്ങൾ അവിടെ വരച്ചു കൊടുക്കേണ്ടത്. ഡയറക്റ്റ്. അപ്പൊ ഇതേപോലെ നമ്മൾ പ്രൂഫ് കൊണ്ടുവരും. അടുത്ത വർഷവും നമ്മൾ പ്രൂഫ് കൊണ്ടുവരും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇതേപോലെ അടുത്ത വർഷം ഫിസിക്സിന് A+ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ, ഓരോ സബ്ജക്റ്റിനും A+ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും മക്കളെ നമ്മുടെ ആൽഫ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു വെച്ചോ. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. സോ അടുത്ത വർഷത്തേക്കുള്ള ബാച്ചിൽ ഇപ്പോഴേ ജോയിൻ ചെയ്ത് വെക്കാം. നമുക്ക് 2 ടൈപ്പ് ബാച്ചാണുള്ളത്. ബേസിക് ബാച്ചും ഉണ്ട്, അതേപോലെ തന്നെ പ്ലസ് ബാച്ചും ഉണ്ട്. ബേസിക് ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ലൈവും റെക്കോർഡഡ് ക്ലാസ് കിട്ടും, PDF നോട്ട് കിട്ടും, വർക്ക്ഷീറ്റ് കിട്ടും, ചാപ്റ്റർ വൈസ് എക്സാം കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ബുക്ക് സെറ്റും കിട്ടില്ല, അതേപോലെ തന്നെ റിവിഷൻ ബാച്ചും കിട്ടില്ല. പക്ഷേ 3990 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് റിവിഷൻ ബാച്ചും കിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ബുക്ക് സെറ്റും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓഫർ പ്ലസ് ബാച്ചിൽ ജോയിൻ ചെയ്യാണ്. കാരണം പിന്നീട് നിങ്ങൾക്ക് റിവിഷൻ ബാച്ചും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് മാർച്ച് 20 വരെ മാത്രമാണ് നിങ്ങൾക്ക് എന്തുള്ളൂ, ഈ ഒരു ഓഫർ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 6990 രൂപയാവും. നമ്മൾ ഈ മാസം തന്നെ, അതായത് മാർച്ച് 31 നമ്മൾ ആൽഫ ബാച്ച് ലോഞ്ച് ചെയ്യും. നേരത്തെ നമ്മൾ ക്ലാസ് തുടങ്ങും, നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, പോർഷൻസ് തീർക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഫിസിക്സ് നമ്മൾ തൂക്കി ഇട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത വർഷം നമ്മൾ ഫിസിക്സിൽ നിങ്ങളെ കൂടെ അലക്സ് സാറും മിസ്സും അഞ്ജു മിസ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊളിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പിക്കുക. ഓക്കെ, താങ്ക് യു.